കൂട്ടുകാരെ, അധികം മസാലകളൊന്നും വേണ്ടാത്ത ഉപ്പും മഞ്ഞൾപ്പൊടിയും വെച്ച് മാത്രം നമുക്കുണ്ടാക്കാം ചപ്പാത്തിക്കായിട്ട് ഒരു ഉരുളക്കിഴങ്ങ് കറി. ഈ കറിക്കായിട്ട് വേണ്ടത് നമുക്ക് സവാള, പച്ചമുളക്, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, സ്വല്പം ജീരകം, പിന്നെ ഒരു കിഴങ്ങും. ഈ ചീനച്ചട്ടിയിൽ എണ്ണ ചൂടായതിനു ശേഷം കുറച്ച് കടുക്, ഈ കാണിക്ക് തന്നെ അത്രയും കുറച്ച് കടുക് ഇടുക. കടുക് പൊട്ടിക്കുന്നവരെ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. അത് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ മുമ്പ് കട്ട് ചെയ്ത് വെച്ചിരുന്ന എല്ലാ സാധനവും കൂടി കുറച്ച് വെള്ളത്തിൽ ചീനച്ചട്ടിയിലോട്ട് തിരിച്ചൊഴിച്ച് കൊടുക്കുക. എത്ര കിഴങ്ങ് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഞാനിതിലൊരു കിഴങ്ങേ എടുത്തുള്ളൂ. അതിനൊരു അര തക്കാളി മാത്രം. ഞങ്ങളുടെ വീട്ടിൽ ആർക്കും അത്ര പുളി വേണ്ടാത്തതുകൊണ്ടാണ് അര തക്കാളി. പുളി വേണ്ടവർക്കാണെങ്കിൽ അതനുസരിച്ച് ചേർക്കാം. ഈ വീഡിയോയിൽ കാണുന്ന പോലെ കടുക് പൊട്ടിയതിന് ശേഷം വെള്ളം ഒഴിച്ച് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചക്കറികളിട്ട് ഉപ്പും വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിലോട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് ഇളക്കുക. നന്നായി ഇളക്കിയതിന് ശേഷം ആ ചീനച്ചട്ടി ഒന്ന് മൂടി വെക്കുക. ഇന്നത്തെ കാലത്ത് എല്ലാവരും പല മസാലകളും ഇട്ട് കുക്ക് ചെയ്യുന്നതിന് പകരം കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും വെച്ച് മാത്രം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഈ കറിയുടെ പ്രത്യേകത. ഇതിൻ്റെ ധാരാളം വീഡിയോസ് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാകും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും. എന്നാലും ഞാൻ ചെയ്യുന്നത് കൊണ്ട് ഞാൻ നിങ്ങളൊന്ന് കാണിക്കുന്നു. ഇത് കണ്ടോ? കുറച്ച് നേരം അടച്ച് വെച്ച് ഏകദേശമൊക്കെ വേവുന്ന വരെ നമ്മൾ അടച്ച് വെക്കുക. ഇതിനി കുറച്ച് നേരം കൂടി ഇരിക്കണമെന്ന് തോന്നുന്നു. ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. ഏകദേശമൊക്കെ ആയിക്കഴിയുമ്പോഴത്തേക്കും വെള്ളം വേണ്ടവർ അതനുസരിച്ച് കൊടുക്കുക. ഞങ്ങൾക്ക് അത്രയും വെള്ളം വേണ്ട. അതുകൊണ്ട് റെഡിയായി നമ്മുടെ ഒരു കിഴങ്ങ് കറി. ഇന്ന് ചപ്പാത്തിക്കായിട്ട് നമുക്ക് ഉണ്ടാക്കാം. നല്ല ചൂട് കിഴങ്ങ് കറി. നോക്കൂ, വാവ്, ഇറ്റ്സ് സോ ടേസ്റ്റി. ഇതിൻ്റെ റിവ്യൂ കമൻറ്റ് സെക്ഷൻ